പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ 15 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം. കേസിലെ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതി ചിന്താമരയ്ക്കെതിരെ ശക്തമായ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കേസിൽ നിർണായക വിവരങ്ങൾ അടങ്ങുന്ന ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചെന്ന പോലീസ്. ഇവരുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, 15 ദിവസത്തിനകം കുറ്റപത്രം. അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകം വ്യക്തമാക്കിയത്? പക്ഷേ ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ ഈ നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. 20-ന് മുൻപായിട്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കൽ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. കേസിലെ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതി ചിന്താമരയ്ക്കെതിരെ ശക്തമായ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ ഒരു തീരുമാനം. കേസിൽ നിർണായക വിവരങ്ങൾ അടങ്ങുന്ന ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഈ ഷർട്ടിലെ രക്തക്കറ അടങ്ങിയ ഷർട്ടാണെങ്കിലും അതല്ലെങ്കിൽ ഈ ആയുധത്തിലെ രക്തത്തിന്റെ അംശമാണെങ്കിലും ഈ ചെന്താമരയുടെ ഫോറൻസിക് അവരുടെ ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടികളും ആരംഭിച്ചിരുന്നു. ഇന്നലെ മുതൽ തന്നെ ഇന്നലെ രണ്ടിലേറെ ആൾക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇനി ഏതായാലും ഉടൻ തന്നെ കുറ്റപത്രം ഒരു പഴുതടച്ചുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ജനുവരി 27-നാണ് പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും പ്രതി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു ഇത്തരം നാടിനെ നടുക്കിയ അരിങ്കൊല നടന്നത്. ഏതായാലും ഈ മാസം 15-ന് ഉള്ളിൽ കുറ്റപത്രം സമർപ്പിക്കും. 20-നുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കും. ചിലപ്പോൾ ഒരു 15-ന് മറ്റേ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.